വേലിച്ചീര, മധുരച്ചീര, ബ്ലോക്ക് ചീര എന്നിങ്ങനെ പല പേരുകളിൽ പോഷകസമൃദ്ധമായ ഒരു സസ്യമാണിത്. ഇതിന്റെ പേര് പോലെ തന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഒരു പരിപാലനവും കൂടാതെ തനിയെ വളർന്നു വരുന്ന ഒരു സസ്യവും കൂടിയാണ്. ഇതിന്റെ തോരൻ കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല അപാര രുചിയാണ്. ഇന്ന് ഞാനിവിടെ നമ്മുടെ വേലിച്ചീര കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇലകളുടെ അടിയിൽ ചെറിയ ചിലന്തികളും പ്രാണികളൊക്കെ ധാരാളമായി കാണാറുണ്ട്. നന്നായിട്ട് കഴുകി ഓരോ തണ്ടും വൃത്തിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കും. ഇങ്ങനെ ഇലകൾ തണ്ടിൽ നിന്ന് വേർപെടുത്തിയ ശേഷം ചെറുതായി അരിഞ്ഞെടുക്കാം. ഇടക്കാലത്ത് ഈ ഇല കഴിക്കുന്നത് ക്യാൻസറിന് കാരണമാകും എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിയല്ലെങ്കിലും ഇത് ഡെയിലി കഴിക്കുന്നത് കിഡ്നി സ്റ്റോൺ ഉണ്ടാവാൻ കാരണമാകുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ചീര ഇതുപോലെ പൊടി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഈ ഇല മാത്രമായാലും മതി. ഇനി ഈ തോരനിലേക്ക് ചേർക്കേണ്ട അരപ്പ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, ഒരു 4 അല്ലി വെളുത്തുള്ളി, മുളകിന് ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇത് ഒരു 2 മിനിറ്റ് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. ചീരയ്ക്ക് വേവ് കുറവാണ്, അതുകൊണ്ട് തന്നെ സവാള പകുതി വേവിച്ച ശേഷം നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വഴറ്റി സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ചീരയും കൂടി തട്ടിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇലയും അരപ്പും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം തളിച്ച് നന്നായിട്ട് ചേർത്ത് വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇലയ്ക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ വേലിച്ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പോഷകസമൃദ്ധമായ ഈ ഒരു തോരൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്